സ്റ്റിച്ചിങ് ആണ് എൻ്റെ പാഷൻ. ചെറിയ ചെറിയ സീനായിട്ട് സലാം വന്നു പോകും, ഇക്ക വന്നു പോകും. കോഫി, ബ്രൂ കോഫി. കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് ഞങ്ങളെ കുറിച്ച് അറിയില്ലാക്കുന്നുണ്ടാണ് കേട്ടോ. വേണ്ടി ഒന്നുകൂടി നമ്മളൊരു പരിചയപ്പെട്ടിട്ടില്ല. ഫസ്റ്റ് നമ്മളെന്തോ കുക്കിംഗ് ചാനലാണ് ചെയ്യുന്നത്. നമ്മളെ പരിചയപ്പെടുത്തിയിട്ടില്ല, ഡിലീറ്റ് ചെയ്തു. ഞാൻ അന്ന് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കുറേ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എന്നെ കുറിച്ചൊന്നും പരിചയപ്പെടുത്താൻ വിചാരിക്കുന്നു. ഞാൻ റാവ്യ, ഇത് സലാം, അബ്ദുൽ സലാം. ഞാൻ വെറും റാവ്യ മാത്രമാണ്. അപ്പം എൻ്റെ ഒരു വ്ളോഗാണ്, എൻ്റെ ഒരു ചാനലാണ്. ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ പറയാ, സീനായിട്ട് സലാം വന്നു പോകും, ഇക്ക വന്നു പോകും. അപ്പൊ ഇത് ഞാൻ ആഗ്രഹിച്ചിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. എനിക്ക് 3 മക്കളാണ്. ഞാൻ തുടങ്ങിയിട്ട് 4 വർഷക്കായിട്ടുണ്ട്. ഇതുവരെ ഞാൻ യൂട്യൂബിൽ കയറിയിട്ടില്ല. അതാണ് വേറൊരു പോയിന്റ്. കാരണം എനിക്ക് പ്രത്യേകിച്ചിട്ട് ഗ്രാൻഡായിട്ട് അങ്ങനെ ചെയ്യാനുണ്ട്. സാധാരണ ഒരു വീട്ടമ്മയാണ്. സാധാരണ വീട്ടിൽ എന്താണ് നടക്കുന്നത് ആ നേച്ചുറലായിട്ട് അത് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് സ്ക്രിപ്റ്റൊന്നും ചെയ്തിട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാനാണ്. എനിക്കൊരു പ്ലാനിങ് ഉണ്ട്, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി തന്നെയാണ്. ഫസ്റ്റ് അന്ന് തുടങ്ങിയ ചെറിയൊരു ബുദ്ധിയായിരുന്നു. സ്റ്റിച്ചിങ് ആണ് എൻ്റെ പാഷൻ. അപ്പോൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കൊറോണ സമയമായിരുന്നു. അപ്പോൾ 4-5 വർഷമായി ഞാൻ ശരിക്കും യൂട്യൂബ് തുടങ്ങി. കൊറോണ കഴിഞ്ഞിട്ടൊക്കെ 6 വർഷമായിരുന്നു. കൊറോണ കഴിഞ്ഞ ശേഷമാണ് എനിക്കിങ്ങനെ ഒരു യൂട്യൂബ്, അപ്പൊക്കെ ഫോൺ ഉണ്ടെങ്കിലും യൂട്യൂബ് ചെയ്യാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 4 വർഷമൊക്കെ ആയി ഞാൻ. അപ്പം എനിക്ക് മെയിൻ പ്ലാനിങ് എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. സ്റ്റിച്ചിങ് പരമായിട്ട് തന്നെയാണ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് വർക്ക് വീട്ടിനുള്ളിലായിരുന്നു, നമ്മൾ ആരും അറിയുന്നില്ല. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് വർക്കൊന്നും ഇല്ലാണ്ടായപ്പോൾ ഇവിടെ താമസം വന്നപ്പോൾ ആരും എന്നെക്കുറിച്ച് അറിയുന്നില്ല, എനിക്ക് വർക്കില്ല എന്ന് തോന്നിയപ്പോൾ തുടങ്ങിയതാണ് ഒരു യൂട്യൂബ് ചാനൽ. 4 ആൾ അറിയണം, എനിക്ക് വർക്ക് കിട്ടണം. സ്വന്തമായിട്ട് 10 രൂപ ഉണ്ടാക്കിയിരുന്നതാണ്. അപ്പോൾ അത് ഇതായിട്ട് എനിക്ക് സ്വന്തമായിട്ട് 10 രൂപ ഉണ്ടാക്കണം, ജീവിതത്തിൽ മുന്നേറണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെറിയൊരു ബുദ്ധിയിൽ തുടങ്ങിയ യൂട്യൂബാണ്. പക്ഷെ അന്ന് സ്റ്റിച്ചിങ് ചെയ്യാൻ നമുക്ക് വെറൈറ്റി ഡ്രസ്സ് ചെയ്ത് കാണിക്കാൻ എൻ്റെ അടുത്ത് അന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ കുക്കിങ്ങും വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ചാനൽ തുടങ്ങിയത്. മെയിൻ പ്ലാൻ ഇതൊന്ന് പൊക്കിയിട്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഫാമിലിയും ബിസിനസ്സും കൂടി കൊണ്ടുപോകാനൊരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 3 മക്കളാണ്. മൂത്ത 2 ആൺകുട്ടികളും 3-മത്തെ പെൺകുട്ടികൾ. ഇപ്പോഴാണ് അവൾക്ക് 5 മാസമായിട്ടുള്ളൂ. മൂത്താള് 13 വയസ്സ് കഴിഞ്ഞു, ആൺകുട്ടിയാണ്. 2-മത്തെ ആൾക്ക് 8 വയസ്സ് കഴിഞ്ഞു, ആൺകുട്ടിയാണ്. അപ്പൊ ഈ 2 ആൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു പെൺകുട്ടി ഇല്ലാത്ത ഭയങ്കര വിഷമം ഉണ്ടായത് അല്ലേ. ഒരു പെൺകുട്ടി വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ 3-മത്തെ പെൺകുട്ടി ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു 2 മതി എന്ന പ്ലാൻ. 3-മത്തെ പെൺകുട്ടി ആയെങ്കിൽ എനിക്ക് വിഷമം മതി. ശരി ആണ് വിചാരിച്ചു. 8 വർഷം കഴിഞ്ഞ ശേഷം ഇക്ക വന്നിട്ട് ചോദിക്കുന്നത് എനിക്കൊരു പെൺകുട്ടി വേണം. സത്യം അതാണ്. ചിലവർ 3 വർഷം കഴിഞ്ഞിട്ട് ആവാണ്ട അങ്ങനെ പലരാവുന്നത്. അങ്ങനെയൊന്നല്ല. 8 വർഷം കഴിഞ്ഞ് ഞങ്ങൾ നോർമൽ ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, വീട്ടിൽ ബിസിയാണ്, ഷോപ്പിൽ ബിസിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ കാര്യം ഇങ്ങനെ ആഗ്രഹം. ഇപ്പം എൻ്റെ മനസ്സിലുണ്ട് നല്ല ആഗ്രഹം, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ചോദ്യത്തിൽ ഞാൻ നോക്കി സത്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ ഒരു ഹസ്ബൻഡ് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ
അങ്ങനെയാണ് മൂന്നാമത്തെ ഒരു പെൺകുഞ്ഞ് ജനിച്ചത് 8 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ 5 മാസമായി. ഇപ്പോൾ ഞാൻ 1 വർഷം വരെ ഞാൻ ഒന്നും സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ടൊന്നും സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൂത്താണ് പരിചയപ്പെടുത്തി തരാം. ഇത് ഇങ്ങോട്ട് വെളിച്ചം കാണില്ല. ഇത് എവിടെയാണ്? അവിടെ നിന്നോ. ഓക്കെ, ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഗോതമ്പ് ദോശയിൽ മുരു നല്ലൊരു ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പാകത്തിന് ഉപ്പിടുന്നുണ്ട്. പിന്നെ ഈ ഗോതമ്പ് ദോശയിൽ ഞാൻ മുട്ടയാണ് ചേർക്കുന്നത്. ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ല മാവ് പോലെ ആട്ടിയിട്ട് വരും. ചട്ടി ആദ്യം മാറ്റണം. അത് എന്താണ് ഇപ്രാവശ്യം ലുലുലൊക്കെ പോയി വാങ്ങണമെന്ന് വിചാരിച്ചാണ്. അതെ, ലുലുവിൽ തന്നെ ഉള്ളൂ ചട്ടി, വേറെ എവിടെ ഇല്ല. വേറെ എവിടെ കൊണ്ടുപോയാലും വാങ്ങണം. നിങ്ങൾ കൊണ്ടുപോകണം എന്നാൽ എനിക്ക് വാങ്ങാൻ പറ്റുള്ളൂ. കുറച്ച് ദോശ ചട്ടി ആപ്പിച്ചിട്ടൊക്കെ ഒന്ന് പുതിയത് വാങ്ങാം. കൊണ്ട് സൗണ്ട് ഇടണം. ഇതാ വരുന്നു ദുവാ. നമ്മുടെ മൂന്നാമത്തെ ബേബി ദുവാ മോൾ. ദുവാ സൗണ്ട് ഇടുക. സൗണ്ട് ദുവാ. ദുവാ മോളോ. ഇവിടെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇതാണ് 8 വർഷം കാത്തിരുന്ന് ദുവാ മോളിനെ നമുക്ക് കിട്ടിയത്. ദുവാണ്. ദുവാ. മാഷാ അല്ലാഹ്. അപ്പു കുട്ടി എന്തോ അപ്പു ദേഷ്യം വന്നല്ലേ? ഭയങ്കര ദേഷ്യം. അപ്പുക്കുട്ടി എവിടെ? അടുത്ത ചെറിയ ദിവസേ ദുവ പൊന്നൂസേ അപ്പുക്കിളി എവിടെ? അപ്പുക്കുളി അപ്പുസേ ഉറങ്ങണിട്ടാണ്. ഇപ്പൊ ആണേ ഉറങ്ങണിട്ട് അങ്ങനെ കൊണ്ടുവന്നാണ്. എടുക്കണം. എന്ത് നെയ്യ്? അപ്പോൾ ഈ സാധാരണ ദിവസങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ പോകുന്നത്. എന്നും ഇങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ സാധാരണ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേക്കാ? അതെ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഒരുമിച്ച് ചായ കുടിക്കുന്ന, ഒരുമിച്ച് നാഷ്ട കഴിക്കും. അപ്പൊ ഞാൻ അവളെ എടുക്കട്ടെ. അവൾക്ക് വിശന്നു. അപ്പൊ ഞാന് കാപ്പി കുടിക്കാൻ പോവാണ്. എനിക്ക് നാഷ്ട കഴിക്കാൻ ഗൈസ്. അത് എനിക്ക് പണിക്ക് പോവും. പിന്നെ എൻ്റെ വീട്ടിലത്തെ സാധാരണ
പണികൾ കുട്ടി നോക്കൽ ഇതൊക്കെയാണ് എൻ്റെ ജോലികൾ. ബീഫ് കറിയും ഗോതമ്പ് ദോശയും എങ്ങനെയുണ്ട് നന്നായിട്ട്. സിമ്പിൾ ഹെൽത്തി ഫുഡ്. അതെ, ഹെൽത്തി ഗോതമ്പ് ദോശ നാഷ്ട, സിമ്പിൾ ഹെൽത്തി നാഷ്ട. അല്ല അതിനൊന്നും ആയിട്ടില്ല. അത് തെറ്റിയാ എവിടെ വിള് റുമോളോ അവിടെ പോളോ കുട്ടി ചാട് ചാടുന്നു 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 ചാടുന്നു. ഗൈസ്, ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോൻ. അപ്പം അവൻ ഇന്ന് സ്കൂളില്ല, ഉറങ്ങിച്ച് വന്നത് നാഷ്ടയൊക്കെയാണ്.